യഹോവയെ സ്തുതിക്കുവിൻ. സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിക്കുവിൻ. ഉന്നതങ്ങളിൽ അവനെ സ്തുതിക്കുവിൻ. അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെയും അവനെ സ്തുതിക്കുവിൻ. അവൻ്റെ സർവ്വ സൈന്യവുമേയും അവനെ സ്തുതിക്കുവിൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിക്കുവിൻ. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളും ആയുള്ളവയും അവനെ സ്തുതിക്കുവിൻ. സ്വർഗാതിസ്വർഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവും ആയുള്ളവയെ അവനെ സ്തുതിക്കുവിൻ. അവൻ കൽപ്പിച്ചിട്ട് അവയെ സൃഷ്ടിക്കപ്പെട്ടിരിക്കിയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എവരെയും ഈ പ്രഭാത ആരാധനയിലേക്കും സ്തോത്രയാഗ അർപ്പണത്തിലേക്കും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ ആരാധനയിൽ പ്രവേശിക്കാം, പ്രാർത്ഥിക്കാം. സൂര്യചന്ദ്രന്മാരും സകല നക്ഷത്രങ്ങളുമായുള്ളവയും യഹോവയെ സ്തുതിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധനായ കർത്താവേ, ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുന്ന സത്യനമസ്കാരികളായി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങേ യഥാർത്ഥമായി ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും അതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതികൂലങ്ങളും മാറുവാനും സന്തോഷവും സമാധാനവും സംലഭ്യമാകുവാനും അടിയങ്ങൾക്ക് കൃപ നൽകണമേ. ഈ ആരാധനയിൽ വിവിധ ഭാഗങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രിയ മക്കളെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആരാധനയിൽ പങ്കെടുത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായി മാറി എന്ന് ചിന്തിക്കുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ആരാധനയുടെ ആദ്യോടന്തം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ക്രിസ്തുവിലൂടെ യാചിക്കുമ്പോൾ ദയ തോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്തിനുമായും നമുക്കെല്ലാവർക്കും ചേർന്ന് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 128-ാമത്തെ ഗീതം പാപ സങ്കടം താങ്ങിടാൻ യേശു തക്ക സ്നേഹിതൻ ഗായക സംഘത്തോട് ചേർന്ന് ആലപിക്കാം. ഗീതം 128. Sangam
സ്തുതികളിന്മേൽ വസിക്കുന്നവനും അത്യന്തം സ്തുത്യനുമായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആരാധനക്രമം 4-ാം പുറം 2-ാം ഭാഗത്ത് കാണപ്പെടുന്ന സ്തുതിലിത്താനികളിൽ പങ്കുചേരാം. ആരാധനക്രമം 4-ാം പുറം 2-ാം ഭാഗം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മുടെ പകരം ചെയ്യുന്നുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്നാൽ എന്റെ വായ് അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിനും നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ കുറ്റങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കുകയും ദൈവത്തോട് ക്ഷമായാചനം നടത്തുകയും ചെയ്യാം. ഇളയ മകൻ പിതാവിൽ നിന്ന് തെറ്റിപ്പോയതിനു ശേഷം ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായപ്പോൾ സുബോധം വന്നിട്ട് തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയും അവൻ അപ്പനെ കണ്ടപ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്തു: അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് അനുദപിച്ചതുപോലെ നമുക്കും ദൈവത്തോട് ഇങ്ങനെ പറയാം: ദൈവമേ, ഞാൻ എൻ്റെ സഹോദരോടും പ്രകൃതിയോടും എന്നോട് തന്നെയും പാപം ചെയ്തിരിക്കുന്നു. അതിലൂടെ ഞാൻ അങ്ങിൽ നിന്ന് അകന്നിരിക്കുന്നു. അതുകൊണ്ട് അടിയൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് വിശുദ്ധിയിൽ നിലനിർത്തുവാൻ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കാം. അല്പസമയം മൗനമായി നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ഓർത്തുകൊണ്ട് ദൈവത്തോട് അനുദപിക്കാം. പാപസ്വീകാര പ്രാർത്ഥനയായി ആരാധനക്രമം 10-ാം പുറത്തിൽ കാണപ്പെടുന്ന 2ാമത്തെ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 10-ാം പുറം 2ാമത്തെ പ്രാർത്ഥന. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമഴി ശ്രദ്ധിപ്പിൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിന് തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ.
നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്ന ദൈവത്തിന് നമുക്ക് ആത്മാർത്ഥമായി സ്തോത്രം കരയേറ്റാം. ആരാധനക്രമം 18-ാം പുറത്തിൽ കാണപ്പെടുന്ന മറിയയുടെ പാട്ട് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്തോത്രയാഗമായി മറിയയുടെ പാട്ട് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവിടുന്ന് ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ആമേൻ. ദൈവനാമ മഹത്വമുണ്ടാകട്ടെ. ഭജനധ്യാനത്തിനായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. ഈ സമയം ഇന്നത്തേക്കുള്ള തിരുവചന വേദഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. Isaiah chapter 6 verses 1 to 8. Isaiah's commission. In the year that King Uzziah died, I saw the Lord seated on a throne, high and exalted, and the train of his robe filled the temple. Above him were seraphs, each with 6 wings. With 2 wings they covered their faces, with 2 they covered their feet, and with 2 they were flying. And they were calling to one another, Holy, holy, holy is the Lord Almighty. The whole earth is full of his glory. At the sound of his voices, the doorsteps and the thresholds shook the temple, and the temple was filled with smoke. Woe to me, I cried. I am ruined, for I am a man of unclean lips, and I live among a people of unclean lips, and my eyes have seen the King, the Lord Almighty. Then one of the seraphs flew to me with a live coal in his hand, which he had taken with tongs from the altar. With it he touched my mouth and said, See, this has touched your lips. Your guilt is taken away, and your sin is atoned for. Then I heard the voice of the Lord saying, Whom shall I send, and who will go for us? And I said, Here I am, send me. Amen. Revelation chapter 4 verses 1 to 11. The throne in heaven. After this I looked, and there before me was a door standing open in heaven. And the voice I heard first, speaking to me like a trumpet, said, Come up here, and I will show you what must take place after this. At once I was in the Spirit, and there before me was a throne in heaven with someone sitting on it. And the one who sat there had the appearance of jasper and carnelian. A rainbow, resembling an emerald, encircled the throne. Surrounding the throne were 24 other thrones, and seated on them were 24 elders. They were dressed in white and had crown of gold on their hands. From the throne came flashes of lightning, rumbles of pearl and thunder. Before the throne 7 lamps were blazing. These are the 7 spirits of God. Also before the throne there was what looked like a sea of glass, clear as crystal. In the center around the throne there were 4 living creatures, and they were covered with eyes in front and in back. The first living creature was a lion, the second was like an ox, the third has a face like a man, the fourth was like a flying eagle. Each of the 4 living creatures had 6 wings and was covered with eyes all around, even under his wings. Day and night they never stopped saying, Holy, holy, holy is the Lord God Almighty, who was and is to come. Whenever the living creatures give glory, honor and thanks to him who sits on the throne, who lives forever and ever, the 24 elders fall down before him who sit on the throne and worship him who lives forever and ever. They lay their crowns before the throne and say, You are worthy, our Lord and God, to receive glory and honor and power. For you created all things, and by your will they were created and have their being. Amen. John chapter 4 verses 16 to 26.
Jesus talks with the Samaritan woman. He told her, "Go and call your husband and come back." "I have no husband," she replied. Jesus said to her, "You are right when you say you have no husband. The fact is, you have had 5 husbands, and the man you now have is not your husband. What you have just said is quite true." "Sir," the woman said, "I can see that you are a prophet. Our fathers worshipped on this mountain, but you Jews claim that the place where we must worship is in Jerusalem." Jesus declared, "Believe me, woman, a time is coming when you will worship the Father neither on this mountain nor in Jerusalem. You Samaritans worship what you do not know. We worship what we do know, for salvation is from the Jews. Yet a time is coming and has now come when the true worshippers will worship the Father in spirit and truth. For they are the kind of worshippers the Father seeks. God is spirit, and his worshippers must worship in spirit and in truth." The woman said, "I know the Messiah, called Jesus, is coming. When he comes, he will explain everything to us." Then Jesus declared, "I who speak to you, I am he." Amen. നമുക്ക് നമ്മുടെ വിശ്വാസം ഒരുമിച്ച് പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം പുറത്തിൽ കാണപ്പെടുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകളെ മടക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠവുമായി സ്വീകരിച്ച് ഞങ്ങളെ അളവില്ലാത്ത നന്മകൾ കൊണ്ട് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃദിവസം ഞങ്ങൾക്കായി നൽകിയതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ ഒന്ന് കൂടിയിരുന്നാലും അവിടെ കടന്നു വരാം എന്ന് അരുളി ചെയ്ത അരുമനാഥൻ്റെ ശബ്ദം കേൾക്കുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും അടിയങ്ങൾക്ക് കൃപ നൽകിയിരിക്കുന്നുവല്ലോ. വിശേഷാൽ ചെന്നൈ, അമ്പത്തൂർ മലയാളം കോൺഗ്രിഗേഷനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിൻ്റെ ആരാധനയിൽ ഈ സമയത്ത് തത്സമയം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പലവിധമായിട്ടുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന പ്രിയ മക്കളുണ്ട്. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതത്തിന് ആവശ്യമാകുന്ന ആശ്വാസവും സമാധാനവും സന്തോഷവും അങ്ങ് ലഭ്യമാകുവാൻ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ചെന്നൈയിൽ കർത്താവെ, ധാരാളം പേർ കൊറോണ ബാധിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവെ, ഈ പ്രദേശത്തെ അങ്ങ് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആഗോളപരമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യവും കൃപയും പകരണമേ. നിരവധി പേർ ഓരോ നിമിഷവും കൊറോണ ബാധയേറ്റ് ആശുപത്രികളിൽ അഭയം പ്രാപിക്കുമ്പോൾ, പലരും കർത്താവെ മരണത്തോട് മല്ലിടുമ്പോൾ, ഈ ലോകത്ത് നിന്ന് വേർപെടുമ്പോൾ, കർത്താവെ ഞങ്ങളെ ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിപ്പിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കൊറോണ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരവധി പേർ ഈ നാളുകളിൽ അവരുടെ സ്വദേശങ്ങളിലേക്ക് കാൽനടയായും ബൈക്കുകളിലും മറ്റ് വിവിധ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്ത് മടങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. രക്ഷകന്റെ കരങ്ങളിൽ ഓരോരുത്തരെയും അങ്ങ് വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തുണയും നൽകി അനുഗ്രഹിച്ചതുപോലെ അങ്ങ് തന്നെ ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കുകയും ആപത്തനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങ് സഹായിക്കുകയും സുരക്ഷിതമായിട്ട് അവരുടെ ഭവനങ്ങളിൽ കുടുംബാംഗങ്ങളുമായി ഉള്ള സന്തോഷം അനുഭവിക്കേണ്ടതിന് കൃപ ഒരുക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
രോഗികളായിട്ട് കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായിട്ട് ഈ നാളുകളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെയും ഉന്നതമായിട്ടുള്ള നിലകളിലേക്ക് എത്തിച്ചേരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ട് ഇരിക്കുന്നവരുണ്ട്, അവരെയും ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാൻ അങ്ങ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ ഇടവരുത്തരുതേ. കർത്താവെ, അങ്ങ് തന്നെ ഞങ്ങളുടെ നാഥനായി നടത്തിപ്പുകാരനായി കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കർത്താവെ, അത് അങ്ങയെ മഹത്വീകരിക്കുവാനുള്ള ജീവിതമാണ് എന്ന് തിരിച്ചറിയുവാൻ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് കൃപ ചെയ്യണമേ. കർത്താവെ, ലോകം മുഴുവനും അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തെ അറിയുവാൻ, അങ്ങയുടെ സ്പർശം മനസ്സിലാക്കുവാൻ ഓരോ പ്രിയ മക്കളെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം ചെയ്യുന്ന പ്രിയ മക്കൾ ഉണ്ട് കർത്താവെ, അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. വിദ്യാഭ്യാസ ജീവിതത്തിലൂടെ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരെ മാറുവാൻ, കർത്താവെ, ദൈവത്തോട് കൂറുള്ള മക്കളായിട്ട് തന്നെ വളർന്ന് ശോഭിക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. കർത്താവെ, നിരക്കോളം ചുമക്കാമെന്ന് അരുളി ചെയ്ത അരുമനാഥൻ്റെ ശബ്ദം കേൾക്കുവാനും, കർത്താവെ, അങ്ങ് തന്നെ അവരുടെ ജീവിതത്തെ വഴി നടത്തുവാനും പ്രത്യാശഭരിതമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ കൃപ നൽകുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. വിദ്യാഭ്യാസ മേഖലകളോടൊപ്പം തന്നെ കർത്താവെ, വിവിധ തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെയും തൊഴിൽ മേഖലകളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവെ, തൊഴിൽ എല്ലാ ദിവസവും ലഭ്യമാകുവാൻ, അതിലൂടെ കർത്താവെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത സംലഭ്യമാകുവാൻ, അവരുടെ കുടുംബജീവിതങ്ങൾ, അവരുടെ വ്യക്തിബന്ധങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നുവല്ലോ, തുറന്നും അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ. ഈ ആരാധന തത്സമയം ശ്രവിക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും എല്ലാ കാലങ്ങളിലും നൽകുവാൻ അങ്ങ് സഹായിക്കണമേ. ക്രിസ്തുവിലൂടെ യാചിക്കുമ്പോൾ ദയ തോന്നി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് കർത്താവിൻ്റെ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയ്ക്കടുത്ത ദുഷ്ടങ്ങളും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ള എല്ലാം. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്തിനുമായി ഗായക സംഘത്തോട് ചേർന്ന് ഒരു പ്രത്യേകമായ ഗാനം നമുക്ക് ആലപിക്കാം. അതിനുശേഷം ഇന്നത്തെ വചന ശ്രവണത്തിനായി നമുക്ക് കാതോർക്കാം.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും വീണ്ടും വരുന്നവരായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കും. ആരാധനയ്ക്ക് ഇടം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആരാധനയും വിശ്വാസവും വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. ആരാധനയ്ക്കായുള്ള കൂടിവരവ് ഇന്ന് നവമാധ്യമങ്ങളിലൂടെ ആകുമ്പോൾ ആരാധനയുടെ ഒരു പുതിയ തലം വെളിപ്പെടുകയാണ്. ആരാധനയുടെ പ്രതലം ഏതു തന്നെയായിരുന്നാലും ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരുന്ന അനുഭൂതിയാണ് ആരാധന. വർഷിപ്പ് ഈസ് ദ എക്സ്പ്രഷൻ ടുവേഴ്സ് ഗോഡ് വിത്ത് ഫെയ്ത്ത്. ആരാധന ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. ഈ വിശ്വാസം ആഘോഷമാകണമെങ്കിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ലോകത്തിലെ സകല സൃഷ്ടികളുടെയും സൃഷ്ടി ഉദ്ദേശം എന്നത് പ്രധാനമായും ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. പ്രോസ്കുനിയോ എന്ന ഗ്രീക്ക് പദമാണ് ആരാധനയ്ക്ക് തത്തുല്യമായി വേദപുസ്തകങ്ങളിൽ ഉപയോഗിച്ച് കാണുന്നത്. ഇതിന് ചുംബിക്കുക, കുമ്പിടുക, നമസ്കരിക്കുക, ആരാധിക്കുക എന്നിങ്ങനെ അർത്ഥം നൽകുന്നുണ്ട്. യോഹന്നാൻ 4-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സംഭാഷണങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന വിഷയമുണ്ട്: ആരാധന. വർഷിപ്പ്, സെലിബ്രേഷൻ ഓഫ് പീപ്പിൾസ് ഫെയ്ത്ത്. ആരാധന ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഘോഷം. ഇവിടെ ആരാധനയെക്കുറിച്ചുള്ള ചില തെറ്റായ ധാരണകളെ തിരുത്തുക എന്നതാണ് യേശുവിൻ്റെ ഉദ്ദേശം. ശാസ്ത്രപരമായി 2 ചേരികളിലായിരുന്നു ശമര്യനും യഹൂദനും. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക ആരാധന ഇടങ്ങളും ഉണ്ടായിരുന്നു. ഗരിസീം മലയും യഹൂദ ദേവാലയം. ശമര്യനും യഹൂദനും തമ്മിലുള്ള ചിരവൈരത്തിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയായിരുന്നു: ആരാധന ഇടത്തെ പറ്റിയിട്ടുള്ള തർക്കം. ശമര്യക്കാർക്ക് മാത്രമായുള്ള പൗരോഹിത്യവും ആരാധനയും ബലിപീഠങ്ങളും ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അതായത് പഞ്ചഗ്രന്ഥങ്ങളിലെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി സമാരിറ്റൻ പെന്ററ്റൂക്ക് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് സമാരിറ്റൻ ആരാധനകളൊക്കെ നടന്നിരുന്നത്. ഈ ആരാധനയെ പറ്റിയുള്ള തർക്കം ശമര്യനെയും യഹൂദനെയും തമ്മിൽ ഏറെ അകറ്റി. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം മിണ്ടുവാനോ പരസ്പരം കാണുവാനോ കഴിയാത്ത തരത്തിൽ ചിരവൈരികളായി മാറി എന്നാണ് നാം മനസ്സിലാക്കുക. യോശുവയുടെ നേതൃത്വത്തിൽ കാനാൻ പിടിച്ചടക്കുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിന് ആരാധിക്കാനായി ഗരിസീ മല കൊടുത്തു എന്നാണ് ശമര്യക്കാരുടെ വിശ്വാസം. എഫ്രൈമിൻ്റെയും മനശ്ശെയുടെയും ഗോത്രത്തിൻ്റെ പിൻഗാമികളായ ശമര്യക്കാർ ഗരിസീ മലയാണ് ദൈവം ആരാധിക്കുവാനായി നൽകിയത് എന്ന് വിശ്വസിച്ചു. സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന യഹൂദർ ശമര്യക്കാരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് തള്ളിമാറ്റി. കാലങ്ങൾക്കിപ്പുറവും ശമര്യനും യഹൂദനും വ്യത്യസ്ത ചേരികളിൽ തന്നെ നിലകൊണ്ടു. എന്നാൽ വിജാതിയർക്കായി നിർമ്മിച്ച കിണറിൻ്റെ അരികിലേക്ക്
യേശുക്രിസ്തു കടന്നുപോയി സ്ത്രീയോട് കുടിക്കുവാൻ വെള്ളം ചോദിക്കുന്നിടത്ത് സംഭാഷണം ആരംഭിക്കുന്നു. അതിർവരമ്പുകൾ ലംഘിച്ച ഈ സംഭാഷണം ഒരു തുടക്കമായിരുന്നു. സകല ജാതികളെയും ഒരുമിച്ച് ചേർക്കുവാനുള്ള ദൈവ ഉദ്ദേശത്തിൻ്റെ തുടക്കം. അതുകൊണ്ട് തന്നെ ആരാധന നമ്മെ ഒരുമിപ്പിക്കുന്നതാണ്. വർഷിപ്പ് യുണൈറ്റ് us. ആരാധന നമ്മെ ഒരുമിച്ച് ചേർക്കുന്നതാണ്. ഇവിടെ യേശുവിനെ പ്രവാചകൻ എന്ന് തിരിച്ചറിഞ്ഞ സ്ത്രീ, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു എന്ന് നീരസത്തോടുകൂടെ പറയുമ്പോൾ, യേശു നമസ്കരിക്കേണ്ടത് ഈ മലയിലും യെരുശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞ് സ്വർഗീയമായ ആരാധന വിഭാവനം ചെയ്യുന്നതായി നമുക്ക് കാണാം. ഈ ആരാധന അതിർവരമ്പുകൾ ലംഘിക്കുന്ന സകല മനുഷ്യരും ഒരുമിച്ച് ചേർന്നുള്ള ആരാധനയാണ്. ഇന്ന് നവമാധ്യമങ്ങളിലൂടെ നടക്കുന്ന ആരാധനകൾ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ്. ആർക്കും ഏത് സമയത്തും എവിടെ ഇരുന്നും ആരാധിക്കുവാൻ കഴിയുന്ന തരത്തിൽ നവമാധ്യമങ്ങളിലൂടെയുള്ള ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. COVID-19 എന്ന മഹാമാരിയുടെ കാലഘട്ടത്തിൽ ആരാധനകളെല്ലാം അതിർവരമ്പുകൾ ലംഘിച്ച് എല്ലായിടങ്ങളിലും ഇരുന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം വിഭാവനം ചെയ്യുന്നു. ഇതാണ് യേശു വിഭാവനം ചെയ്ത ആരാധനയുടെ സ്വാതന്ത്ര്യം. എൻ്റെ ദൈവത്തെ നമസ്കരിക്കുന്നത് ഈ മലയിലും യെരുശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു എന്നതിലൂടെ സകല അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയം സന്നിഹിതമാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സകല മനുഷ്യരും ഒരുമിച്ച് ചേർന്നുള്ള കൂട്ടായ്മയുടെ വലിയ ആഘോഷം, അതാണ് ആരാധനയുടെ ഐക്യത്തിലൂടെ സന്നിഹിതമാകുന്നത്. ആരാധന നമ്മെ ഐക്യപ്പെടുത്തുന്നതാണ്. ആരാധന നമ്മെ ഒരുമിച്ച് ചേർക്കുന്നതാണ്. ഇവിടെ യേശു വിഭാവനം ചെയ്യുന്ന സ്വർഗീയ ആരാധനയുടെ പ്രതിഫലനമാണ് ഉണ്ടാകുന്നത്. സഭാവ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ആരാധിക്കുന്ന ഐക്യതയുള്ള ആരാധനയുടെ സ്വരമാണ് ഉണ്ടാകുന്നത്. ആ സ്വരമുണ്ടാകുന്നത് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോഴാണ്. ആരാധനയിൽ ഐക്യമുണ്ടാകുന്നത് സത്യനമസ്കാരികളായി ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അന്വേഷിക്കുമ്പോഴാണ്. അതുകൊണ്ട് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ ഐക്യപ്പെടുവാൻ, അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള ആരാധനകളിൽ പങ്കുചേരുവാൻ നമുക്കും കഴിയണം എന്നുള്ളതാണ്. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ യേശു ശമരിയ സ്ത്രീയുടെ അടുക്കലേക്ക് കടന്നുപോയി അവളുടെ കുറവുകളെപ്പറ്റി ബോധ്യം വരുത്തി തിരുത്തി രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് ദർശിക്കുവാൻ കഴിയും. ആരാധന പലപ്പോഴും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. വർഷിപ്പ് ട്രാൻസ്ഫോമിംഗ് us. ശമരിയ സ്ത്രീയുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുന്നത് ദൈവിക സാന്നിധ്യത്തിലൂടെയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. നാം വായിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആരാധനയുടെ സ്വർഗീയ അനുഭവം വിഭാവനം ചെയ്യുന്നുണ്ട്. 6 ചിറകുള്ള സറാഫുകൾ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ആർക്കുന്ന ആരാധനയുടെ സാന്നിധ്യം. ഈ ആർപ്പിന്റെ ധ്വനി സകല ഇടങ്ങളിലും മുഴങ്ങുമ്പോൾ ആരാധനയുടെ പ്രകമ്പനം യെശയ്യാവിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ബോധ്യം വരുത്തി അശുദ്ധി നിറഞ്ഞ അധരങ്ങളോടുകൂടെ ജീവിക്കുന്നു എന്നുള്ള ബോധ്യത്തെ അവന് രൂപാന്തരം നൽകി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആരാധന എപ്പോഴും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ശമരിയ സ്ത്രീ തൻ്റെ ജീവിതത്തിലെ കുറവുകളെ തിരിച്ചറിഞ്ഞ് രൂപാന്തരപ്പെട്ടതുപോലെ
അകൃത്യം നിറഞ്ഞ അധരങ്ങളോടുകൂടെ ജീവിച്ച യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിച്ചതുപോലെ ആരാധനയുടെ അനുഭവങ്ങളിൽ ജീവിതങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കുന്നു എന്നത് വ്യക്തമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരാധന എപ്പോഴും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിൽ നിന്നുള്ള ഒരു രൂപാന്തരം ആരാധനയിൽ വിശ്വാസത്തോടുകൂടെയുള്ള സമീപനത്തിലൂടെ ഉണ്ടാകുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആരാധനകളുടെ അനുഭവങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ഈ രണ്ട് വേദഭാഗങ്ങളിലും പൊതുവായി നിൽക്കുന്ന ഒന്നുണ്ട്. യേശുവിനെ മശിഹ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ശമരിയ സ്ത്രീ സകലതും ഉപേക്ഷിച്ച് തൻ്റെ ഗ്രാമത്തിലേക്ക് പോയി യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവാർത്ത അറിയിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തീക്കനൽ കൊണ്ട് അധരം ശുദ്ധീകരിച്ചതിന് ശേഷം ഞാൻ ആരെ അയക്കേണ്ടു ആ എനിക്ക് വേണ്ടി പോകുമെന്നുള്ള സ്വരം കേട്ട് അടിയനെ അയക്കണമേ എന്ന് പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു സ്വരം തന്നെ ആരാധന സുവാർത്ത ഘോഷിക്കുവാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. ആരാധന ദൗത്യ നിർവഹണത്തിനായി നമ്മെ പരിപോഷിപ്പിക്കുന്നു. വർഷിപ്പ് മോട്ടിവേറ്റിംഗ് us for God's mission. ശമരിയ സ്ത്രീ ദൈവിക അനുഭവം ഉൾക്കൊണ്ട് തനിക്ക് ലഭ്യമായ ദൈവിക മഹത്വത്തെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് പറയുവാൻ ആഗ്രഹിച്ചു. സ്വർഗീയ ആരാധനയുടെ അനുഭവം തിരിച്ചറിഞ്ഞ യെശയ്യാ പ്രവാചകൻ അകൃത്യം നിറഞ്ഞ ജീവിതാവസ്ഥയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടന്നു വരികയും ദൈവത്തിൻ്റെ വിളിക്കായി കാതോർക്കുകയും ചെയ്യുന്നു. ആരെ ഞാൻ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും എന്നുള്ള സ്വരം കേട്ട് അടിയനെ അയക്കണമേ എന്ന് വിനീതമായി സമർപ്പിക്കുവാൻ യെശയ്യാ പ്രവാചകന് കഴിയുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ, ബദ്ധന്മാരെ വിടുവിക്കുവാൻ, അന്ധർക്ക് കാഴ്ച കൊടുക്കുവാനും, പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് തള്ളപ്പെട്ടവരെ കൈപിടിച്ചുയർത്തുവാനും തൻ്റെ ശുശ്രൂഷ കാലഘട്ടം യേശു ക്രിസ്തു വിനിയോഗിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ വിളിയുടെ ഉദ്ദേശവും ഇത് തന്നെയാണ്. ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ, പീഡനം അനുഭവിക്കുന്നവരെ, പട്ടിണിയുടെ അനുഭവത്താൽ കഴിയുന്നവരെ സുവിശേഷത്തിൻ്റെ മഹാ അനുഭവം കൊണ്ട് പോഷിപ്പിക്കുവാൻ കഴിയണം. യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃക കാട്ടുവാൻ കഴിയണം. അതാണ് നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉദ്ദേശമെന്ന് തിരിച്ചറിയുവാൻ കഴിയണം. COVID-19 എന്ന മഹാമാരിയുടെ കാലഘട്ടത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന നിരവധി പേർ നമ്മുടെ ചുറ്റിലുമുണ്ട്. നാളുകൾ നീണ്ട യാത്രകൾക്കൊടുവിൽ സ്വന്തം ഭവനങ്ങളിലേക്ക് ചെന്ന് ചേക്കേറുവാൻ ആഗ്രഹിക്കുന്ന നിരവധി അതിഥി തൊഴിലാളികളുണ്ട്. നമുക്ക് ചുറ്റും ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ വിശപ്പടക്കുവാൻ പാടുപെടുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. നിങ്ങളവരെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമുക്ക് കണ്ണുകൾ തുറക്കാം. സുവാർത്തയുടെ സുവിശേഷത്തിൻ്റെ അനുഭവം നമുക്ക് പങ്കുവയ്ക്കാം. ഐക്യത്തിലൂടെയും രൂപാന്തരത്തിലൂടെയും ലഭ്യമായ ആരാധനയുടെ അനുഭവങ്ങൾ സുവാർത്തയിലൂടെ പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഒരു ആരാധന പൂർണ്ണമാകുന്നത്, അർത്ഥവത്തായി തീരുന്നതെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധനകളിൽ നമുക്ക് ഐക്യം കൊണ്ടുവരാം. ആരാധനകളിലൂടെ നമുക്ക് രൂപാന്തരം പ്രാപിക്കാം. ആരാധനകളിലൂടെ സുവാർത്ത ഘോഷിക്കുന്നവരായി നമുക്ക് മാറാം. വർഷിപ്പ് യുണൈറ്റ് us, വർഷിപ്പ് ട്രാൻസ്ഫോമിംഗ് us, വർഷിപ്പ് മോട്ടിവേറ്റിംഗ് us for this mission. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരമേൽപ്പിച്ച് ആരാധനകളിലൂടെ ലഭ്യമാകുന്ന സ്വർഗീയ അനുഭവങ്ങളെ പങ്കുവച്ച്
സ്വർഗീയ ആരാധനയിൽ പങ്കുചേരുവാൻ നമുക്കും സർവശക്തൻ ഇട നൽകട്ടെ. വിശ്വാസത്തോടും പ്രത്യാശയോടും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിപ്പിൻ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ കർത്താവായ ഏക ദൈവത്തിന് തന്നെ സർവ്വകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. വിശ്വാസത്തോടും പ്രത്യാശയോടും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിപ്പിൻ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനും സഭയിലും ക്രിസ്തയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇങ്ങനെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിൽ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായും എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.